ആവണ്ട ഒന്നുമില്ലപ്പാ ഇങ്ങനെ വിളിക്കാൻ പറയാം അതിനോട്. ഹായ് ബ്രോൺ, ഞാൻ ഗ്ലാഡ് ഷാറൂൺ. പട്ടായയിലെ ടൈഗർ പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടൈഗർ പാർക്കിലെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇവിടെയാണ് ടൈഗർ പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത്. പട്ടായയിലേക്ക് ട്രിപ്പ് വരുന്ന ഭൂരിഭാഗം ആളുകളും മിസ്സാക്കാതെ സന്ദർശിച്ചു പോകുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ഒരു ടൈഗർ പാർക്ക്. നമ്മൾ ടി വിയിലും കാഴ്ച ബംഗ്ലാവിലൊക്കെ കണ്ടിട്ടുള്ള കടുവയെ വളരെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നതും തൊടാൻ പറ്റുന്നതും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതൊക്കെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ടൈഗർ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത്. സ്മോൾ, മീഡിയം, ലാർജ് തുടങ്ങി പല സൈസിലുള്ള കടുവകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവർ നമ്മളോട് പ്രധാനമായും പറഞ്ഞൊരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കടുവയുടെ മുൻപിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോകരുത്, അല്ലെങ്കിൽ മുമ്പിൽ ചെന്ന് നിൽക്കരുത്. എപ്പോഴും ബാക്ക് സൈഡിൽ മാത്രമേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ. കാരണം മുമ്പിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഈ കടുവ ആക്രമിക്കാനുള്ള, നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സത്യം പറഞ്ഞാൽ ഇത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമൊക്കെ എഴുതി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. അപ്പോൾ ടൈഗർ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുലിയുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ്. ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുലിവാല് പിടിച്ച് സിദ്ദിഖേട്ടൻ കടുവയുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ കടുവയുടെ മുമ്പിൽ ആദ്യമായിട്ട് വന്നപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു പാവം പുലിയാണെന്ന് തോന്നുന്നു. പുലിവാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ പോലെ പുലിവാല് എടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, പാവം പുലിയാണെന്ന് തോന്നണം. ഒരു പൂച്ചയൊക്കെ തടകുന്നൊരു ഫീലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആള് പാവാണ്. അതേപോലെ ഇവർ പറഞ്ഞ വേറൊരു ഇൻസ്ട്രക്ഷനാണ്, നമ്മൾ ഫോട്ടോസോ വീഡിയോസോ എടുക്കുമ്പോൾ ഫ്ലാഷ് അടിക്കരുത്. കാരണം ഫ്ലാഷ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടൈഗേഴ്സിനെ അത് പ്രകോപിപ്പിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങളുടെ ഈ ഒരു പാക്കേജിൽ ടൈഗർ പാർക്കിലേക്കുള്ള എൻട്രിയും ഒരു മീഡിയം ടൈഗറിൻ്റെ അടുത്ത് നിൽക്കാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും തൊടാനൊക്കെ ഉള്ള ടിക്കറ്റായിരുന്നു ഇവർ ഓഫർ ചെയ്തത്. മീഡിയം സൈസ് എന്ന് പറഞ്ഞിട്ട് വരെ ഞങ്ങൾക്ക് കിട്ടിയൊരു കടുവ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കടുവയായിരുന്നു. അപ്പം ബിഗ് സൈസിൽ വരുന്ന കടുവ എന്നൊക്കെ പറയുമ്പോൾ ഇതിനേക്കാൾ ഭീകരനായിരിക്കും. ഒരു വന്യമൃഗത്തെ അടുത്ത് കാണാൻ പറ്റുക എന്നതൊക്കെ തന്നെ നമുക്ക് ലൈഫിൽ വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് തന്നെ നിങ്ങൾ പട്ടായയ്ക്ക് എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സ്പോട്ടിൽ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ടൈഗർ പാർക്കിലെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയോട് കൂടി അവസാനിക്കുകയാണ്. തായ്ലൻഡിലെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ ഫ്രം ഇംഗ്ലണ്ട്.